ഹലോ ഗൈസ്, ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ടെൻഡർ കോക്കനട്ട് മിൽക്ക് ചോക്ലേറ്റ് സൂഫ്ലേ ആണ്. ഇതിനു വേണ്ടി നമുക്ക് വളരെ കുറച്ചധികം ഇൻഗ്രീഡിയൻസ് മതി. ഞാൻ ആദ്യം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു ടബിൽ മിക്സ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം ഒരു ടബ് എടുക്കുക. നമ്മൾ അതിലോട്ട് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ടെൻഡർ കോക്കനട്ട് മിക്സ്ചർ ചേർക്കുക. ആക്ച്വലി അതിൽ ക്രീമായിട്ട് കാണുന്നത് ടെൻഡർ കോക്കനട്ടും മിൽക്ക് മെയ്ഡും മിക്സ്ചറാണ്. അത് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തത്. അത് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിലോട്ട് നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് വിപ്പിംഗ് ക്രീമാണ്. വിപ്പ് ക്രീം ഞാൻ ആക്ച്വലി ചെറുതായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുത്തിട്ട് അതിൽ ഹേസൽനട്ട് ഫ്ലേവർ ഒരു 2 drops ഹേസൽനട്ട് ഫ്ലേവർ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മൂന്ന് മിക്സ്ചറും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് ചെയ്യാം. ആക്ച്വലി വിപ്പിംഗ് ക്രീം ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീമിന് പകരം ചൈന ഗ്രാസോ ജെലറ്റിനോ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്തേക്കുന്ന മിൽക്ക് മെയ്ഡ് ടെൻഡർ കോക്കനട്ട് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തു. അതിലോട്ട് കുറച്ച് പാല്, കുറച്ച് ഗ്രേറ്റ് ചെയ്ത ടെൻഡർ കോക്കനട്ട് മിക്സ്ചർ, ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം കണ്ടല്ലോ, നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇതിലോട്ട് നെക്സ്റ്റ് ഹേസൽനട്ടാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഹേസൽനട്ട് ഞങ്ങൾ ടബിൽ ആദ്യം ഈ മിക്സ്ചർ ഒഴിക്കുക. കണ്ടോ, ഒരു ക്രീമി ടെക്സ്ചർ കണ്ടോ. അതിൽ ആക്ച്വലി ടെൻഡർ കോക്കനട്ട് നമുക്ക് ജസ്റ്റ് കടിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടത്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് അതൊന്ന് ലെവൽ ചെയ്തിട്ട് അതിലോട്ട് ഞാൻ മിൽക്ക് ചോക്ലേറ്റ് ഗനാഷ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേറൊന്നുമില്ല, കുറച്ച് ബട്ടറും മിൽക്ക് ചോക്ലേറ്റും ജസ്റ്റ് ഡബിൾ ബോയിൽ ചെയ്തെടുത്തു. അത് ഞാൻ ഇങ്ങനെ അൺഈവനായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ആക്ച്വലി അത് അങ്ങനെ ഒഴിക്കുമ്പോൾ നമുക്ക് ലെയർ ആയിട്ട് കിട്ടുന്നതിന് പകരം അകത്തോട്ട് ആ ചോക്ലേറ്റ് ഇതാവും. അപ്പോൾ നമുക്കത് കഴിക്കുമ്പോൾ ഒരു ലെയറായിട്ട് അകത്തോട്ടുള്ളതായിട്ടൊരു ഫീൽ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓക്കെ. അപ്പോൾ ഞാൻ നട്ട്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണ്, ജസ്റ്റ് ഒന്ന് പുറത്ത് ഗാർണിഷിന് വേണ്ടിയിട്ട്. എന്നിട്ട് നെക്സ്റ്റ് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, ആ ലെവലിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. വേറൊന്നുമല്ല, കൊക്കോ പൗഡർ ഒന്ന് ജസ്റ്റ് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതൊരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇത് ലൈറ്റ് കൊക്കോ പൗഡറാണ്. ഡാർക്ക് യൂസ് ചെയ്താൽ നമുക്കൊരു കയ്പുണ്ടാവും, അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ബാക്കി വന്ന വിപ്പിംഗ് ക്രീം ജസ്റ്റ് ഒന്ന് പുറത്തൊരു ഗാർണിഷ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. എന്നിട്ട് ഇതും ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇത് ആക്ച്വലി ഷുഗർ ബോൾസ് ആണ്, സിൽവറാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി പുറത്ത് ഇങ്ങനെ കൊടുത്തേക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. എങ്ങനെയുണ്ട് ഗൈസ്? നന്നായിട്ടില്ലേ? ഓക്കെ, ഫൈൻ. ഇതെൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഒരു 10 minutes ഞാൻ ഫ്രീസറിൽ വെക്കുവാണ്. 10 minutes കഴിഞ്ഞ് ഞാനിത് എടുത്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. ഇത് ആക്ച്വലി നമ്മുടെ ആ കൊക്കോ പൗഡർ ഒന്ന് ഇതായിട്ടുണ്ട്, പക്ഷെ അത് ഓക്കെ ആണ്. കാരണം അത്രയും ലൈറ്റായിട്ടുള്ള ക്രീം ബേസ് ആണല്ലോ അതിൻ്റെ പുറത്ത് നമ്മൾ ഇട്ടോണ്ട്. അപ്പം ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ആക്ച്വലി ഞാനിതിൽ ജെലറ്റിനോ ചൈന ഗ്രാസോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ക്രീമി ടെക്സ്ചറിലാണ്. എനിക്ക് അങ്ങനെ തന്നെയാണ് ഇഷ്ടവും. ഇത് ഞാൻ കഴിച്ചു നോക്കുവാണ്. നൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിത് ഉടനെ തന്നെ നമ്മുടെ കപ്സ് ക്രീമറി ബേക്സിലോട്ട് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ ബൈ.